മാം എവിടെ സ്ഥലം എവിടെ വരുന്നത്? പാലോട്. ഈ ഹെയറിൻ്റെ ശരിക്കും എന്താണ് ഹെയറിൽ ഇപ്പം ഒരു പ്രോബ്ലം ഉള്ളത്? കുളിച്ചിട്ടൊക്കെ ഇടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചുരുണ്ടെങ്കിലും മുകളിലോട്ട് പോകുന്ന ആ ഒരു ഇതുണ്ട്. ഇതിലിപ്പം മെയിൻലി കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെയർ കട്ട് ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വന്നിട്ട് നല്ല രീതിയിൽ ഹെയർ ഡാമേജ് ഉണ്ട്. ആ കട്ട് ചെയ്യാത്തതിൽ വന്ന സ്പ്ലിറ്റ് എൻഡും അതിൻ്റെ ഡ്രൈനസുമാണ് കൂടുതലും കാണുന്നത്. ബാക്കി മുകളിലോട്ട് വലിയ കുഴപ്പം കാണിക്കില്ല, എന്നാലും ബ്രേക്കേജ് ഉണ്ട് ഹെയർ മുകളിലോട്ട്. ഇപ്പം ഫ്രിസ്നസ് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ പൊട്ടൽ കുറയ്ക്കാനും ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ചുരുണ്ട് കയറി പോകണം, അതൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു സോഫ്റ്റനിങ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റും. ഹെയർ കുറച്ചൊന്നല്ല, നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റും. ബൊട്ടോക്സ് ആണ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രൈറ്റ് ലുക്ക് ആയിരിക്കും. പിന്നെ എൻ്റെ മാത്രം ജസ്റ്റ് ഒന്ന് ഒരു വേവ് ടെക്സ്റ്റ് കൊടുത്ത് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യണോ അത് ഫുള്ള് സ്ട്രൈറ്റ് ലുക്കിലോട്ട് ചെയ്യണോ? ഫുള്ളി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വേണ്ട, ഇങ്ങനെ ചപ്പിക്കിടക്കുന്ന ആ ഒരു മെത്തേഡ് വേണ്ട, കുറച്ച് ഒരു ഇതായിട്ട് വേണം. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ലെയർ കട്ട് കൊടുത്തിട്ട് ഒരു എൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വേവ് കിട്ടുന്ന രീതിയിൽ കൊടുക്കാം. അത് പക്ക ഒരു സ്ട്രൈറ്റ് ലുക്ക് അല്ലാത്ത രീതിയിൽ. ഓക്കെ. ഹെയർ എങ്ങനെ ലെങ്ത് ഇത്രയും വേണോ അത് കുറയ്ക്കണോ? തീരെ കുറയ്ക്കണ്ട. ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഈ കാണുന്ന ഡാമേജ് ആയിട്ടുള്ള ഭാഗം ഇത്രയും വെട്ടിക്കളയാം. ഇത്രയും നല്ല രീതിയിൽ ബിസിനസ് ഉണ്ട്. എന്നിട്ട് നമുക്കൊരു ലെയർ കട്ട് കൊടുത്തിട്ട് ചെയ്യാം. ഓക്കെ. ലെയർ കട്ട് ചെയ്തിട്ട് ബൊട്ടോക്സ് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ ഹെയർ? സ്ട്രൈറ്റ് ലുക്കിലോട്ട് പോയില്ലല്ലോ. അപ്പോൾ ബട്ടർഫ്ലൈ കട്ടൊക്കെ ചെയ്തിട്ട് ബൊട്ടോക്സ് ചെയ്യണം എന്നുള്ളവർക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും.